നമസ്തേ, ഞാൻ ഡോക്ടർ അരുൺ കെ ശ്രീധർ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സയന്റിഫിക് ഫാക്ടേഴ്സ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കരയുടെ മുദ്ര പതിഞ്ഞ കടലിലെ അഗ്നിപർവ്വതങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ശാസ്ത്രജ്ഞന്മാർ കരയിൽ നിന്ന് വളരെ അകലെയായി സമുദ്രത്തിൽ കാണുന്ന അഗ്നിപർവ്വതങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ അവർ ഒരു കാര്യം കണ്ടെത്തി. അത് ഈ അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന ലാവയിൽ കരയിൽ മാത്രം കാണുന്ന ചില മൂലകങ്ങൾ വലിയ അളവിൽ അടങ്ങിയിരിക്കുന്നു എന്ന വസ്തുതയായിരുന്നു. ഉദാഹരണത്തിനു പൊട്ടാസ്യം, യുറേനിയം, തോറിയം തുടങ്ങിയ എലിമെന്റ്സ് കരയിൽ വലിയ തോതിൽ കാണപ്പെടുന്നു. എന്നാൽ ഇവ കടലിലെ അഗ്നിപർവ്വതങ്ങളിൽ വളരെ കുറഞ്ഞ അളവിലേ കാണപ്പെടുകയുള്ളൂ. എങ്ങനെയാണ് ഈ എലിമെന്റ്സ് കടലിലെ അഗ്നിപർവ്വതങ്ങളിൽ വലിയ തോതിൽ കാണപ്പെടുന്നത്? ഈ ചോദ്യം ശാസ്ത്രജ്ഞന്മാരെ വർഷങ്ങളോളം കുഴക്കി. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പ്ലേറ്റ് ടെക്ടോണിക്സ് എന്താണെന്ന് മനസ്സിലാക്കണം. പ്ലേറ്റ് ടെക്ടോണിക്സ് സിദ്ധാന്തമനുസരിച്ച് ഭൂമിയുടെ പുറംതോട് അഥവാ ക്രസ്റ്റ് പല പ്ലേറ്റുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്ലേറ്റുകൾ മാന്റലിനു മുകളിലൂടെ ഒഴുകി നടക്കുന്നു. ഇത് മൂലമാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇതുമൂലം കടലിലുണ്ടാകുന്ന അഗ്നിപർവ്വതങ്ങളിൽ കരയിൽ മാത്രം കാണുന്ന കെമിക്കൽ എലിമെന്റ്സ് വളരെ കുറവായിരിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തിയ പുതിയ പഠനപ്രകാരം പ്ലേറ്റുകൾ തെന്നി നീങ്ങുമ്പോൾ മാന്റിലിൽ റോളിംഗ് മോഷൻ സൃഷ്ടിക്കപ്പെടുന്നു. ഇതിനെ മാന്റിൽ വേവ്സ് എന്ന് വിളിക്കുന്നു. ഇതുമൂലം ഭൂമിയുടെ ക്രസ്റ്റിന്റെ അടിഭാഗം അടർന്നു മാന്റിലേക്ക് വീഴുന്നു. ക്രസ്റ്റ് മാന്റിലിൽ ലയിച്ചു ചേരുമ്പോൾ കരയിൽ വലിയ തോതിൽ കാണപ്പെടുന്ന എലിമെന്റ്സ് മാന്റിലെത്തുന്നു. ഈ എലിമെന്റ്സ് മാന്റിലിൽ നടക്കുന്ന കൺവെക്ഷൻ കറണ്ടുകൾ വഴി കടലിലെ അഗ്നിപർവ്വതങ്ങളിലെത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കേവർക്കും എന്റെ നന്ദി, നമസ്കാരം.